3 വിഷയാവതരണങ്ങൾ കഴിഞ്ഞു. ഗംഭീരമായ അവതരണങ്ങളായിരുന്നു. വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നവരെ സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്ന് ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ, വിശദീകരണങ്ങൾക്ക് കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. ഒരു തുടക്കം എന്ന നിലയ്ക്ക് ആദ്യമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടൊരു വിഷയം എൻഡോഫിൻ എന്ന ഒരു മോളിക്യൂളിൻ്റെ കണ്ടെത്തലും അത് എങ്ങനെയാണ് നമ്മുടെ എക്സർസൈസിനെ വരെ ഒരു അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന ആലോചനയൊക്കെ ആയിരുന്നു. പ്രസക്തമായൊരു വിഷയമാണ്. രാവിലെ എന്നും റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ആളുകൾ മത്സരിച്ച് നടക്കുകയും ഓടുകയും ചെയ്യും നമ്മൾ കാണുന്നു. അപ്പോൾ നല്ല കാര്യമാണ് നമ്മൾ ആശ്വസിക്കുന്നു. ആ നന്മയുടെ പിന്നിലും ഇങ്ങനെ ഒരു അഡിക്ഷൻ്റെ സാധ്യത ഉണ്ട് എന്ന് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ നമ്മെ ബോധവൽക്കരിക്കുകയായിരുന്നു ആ സെഷനിലുണ്ടായിരുന്നു. ഞാൻ ഈ അടുത്തൊരു വായിച്ചു തുടങ്ങിയൊരു പുസ്തകമാണ് ഡോപ്പാമിനേഷൻ എന്ന് പറഞ്ഞിട്ട്, ശ്രദ്ധിച്ചിരുന്നു? ഡോപ്പാമിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അപ്പോൾ അതിൽ അവർ പറയുന്നത് ഓൾ പെയിൻ ആർ നോട്ട് ഹാംഫുൾ ആൻഡ് ഓൾ പ്ലഷേഴ്സ് ആർ നോട്ട് യൂസ്ഫുൾ. അത് എപ്പോഴും സുഖം മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു പ്ലഷർ ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പെയിൻ ലൈക്ക് സംതിങ് ബീങ് പ്രൊഡ്യൂസ്ഡ്, അങ്ങനെ നമുക്കൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഈ ബാലൻസാണ് വീണ്ടും നമുക്കത് സെയിം എമൗണ്ട് ഓഫ് പ്ലഷർ വരുമ്പോൾ നമ്മൾ ഹാപ്പി ആക്കുന്നത്. അല്ലാതെ നമ്മളെ പ്ലഷർ മാത്രമാണെങ്കിൽ ദ സെയിം എമൗണ്ട് ഓഫ് പ്ലഷർ പിന്നെ അഗെയിൻ നമ്മളെ ഹാപ്പി ആക്കില്ല. നമുക്ക് പിന്നെ അതേ സെയിം ഹൈ കിട്ടണമെങ്കിൽ, അതാണ് ഈ ഡ്രഗ് അഡിക്ഷൻ്റെ ഒക്കെ പിന്നിലുള്ളത്. നമ്മളൊരു ഇതിനൊരു ക്വാണ്ടിഫൈ ചെയ്താൽ ഒരു 10 കോണ്ടാസ് ഓഫ് പ്ലഷർ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ മൂലം ഒരു -10 അവിടെ വന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യും. അപ്പോൾ എഗെയിൻ വീണ്ടും നമ്മൾ ആ കട്ടൻ ചായ കുടിക്കുമ്പോൾ നമുക്ക് വീണ്ടും 10 കിട്ടി, വി ആർ ഹാപ്പി. പക്ഷെ നമ്മൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ 1000 ഒക്കെ ഫസ്റ്റ് ടൈമിൽ കിട്ടും. യൂണിറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ, വെറുതെ പറയാം. പക്ഷേ ഈ അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് -1000 പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ -1000 പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്തുന്നൊരു ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ നോർമൽ ലെവലുണ്ട്. പിന്നെ അവിടെ നിന്നൊരു ഹൈപ്പ് കിട്ടണമെങ്കിൽ അത് ആ സെയിം 1000 പോരെ, പിന്നെ 10,000 ഉണ്ടെങ്കിൽ നമുക്കൊരു ഹൈപ്പ് കിട്ടുള്ളൂ. അങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നോർമലി നിൽക്കണമെങ്കിൽ തന്നെ ഈ ഡ്രഗ് യൂസ് ചെയ്യൽ നിർബന്ധമായി. നമുക്കൊരു ഹൈപ്പും കിട്ടില്ല, പക്ഷെ നമുക്ക് ആ നെഗറ്റീവ് എന്നൊരു 0യിലേക്ക് വരണമെങ്കിൽ തന്നെ അതാണ് ഈ അഡിക്ഷനിൽ വരുന്നത് എന്നുള്ള ഒരു തിയറി സൂചിപ്പിച്ചിരുന്നു. അത് ഞാനൊരു ഡിസ്കഷന് വേണ്ടി ഇവിടെ ഇട്ടൊക്കെയാണ്. അപ്പോൾ ഈ വ്യായാമം പോലെ എന്തും ഒരു അഡിക്ഷനായി മാറാമെങ്കിൽ, അതാണല്ലോ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. എല്ലാ സന്തോഷത്തിൻ്റെ പിന്നിലും ഒരു കെമിക്കൽ മോളിക്യൂൾസിൻ്റെ മെസ്സേജ് കൈമാറ്റം ഉണ്ടെങ്കിൽ എന്തും ഒരു അഡിക്ഷനായി മാറാമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നിലവിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് റീസ്ട്രക്ചർ ചെയ്യേണ്ട ആ ഒരു പ്രസക്തിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിച്ചാൽ നന്നാകും തോന്നുന്നു. സയൻസിൽ ഞാനിത് കെമിസ്ട്രി ബേസിലാണ്. നമ്മൾ ഈ സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ അതിലെല്ലാ ഭാഗങ്ങളുണ്ട്. സൈക്കോളജി ഉണ്ട്, പിന്നെ മറ്റ് ഇമോഷൻസൊക്കെ ഉണ്ട്. ഇതിൽ കെമിസ്ട്രി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിലെനിക്ക് ആധികാരികമായിട്ട് അത് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ എല്ലാ ഇമോഷൻസിലും ഒരു മോളിക്യൂൾസ് ഉണ്ട്. മോളിക്യൂൾസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒപ്റ്റിമം എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒപ്റ്റിമം കോൺസെൻട്രേഷൻ, ഒപ്റ്റിമൽ ലെവല് എന്നൊക്കെ പറയും. അപ്പോൾ ഈ മിതത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിമാണ്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് ആരാധന പോലും, നമ്മൾ ആരാധനയിൽ പോലും ഒരു ഒപ്റ്റിമം പറയുന്നുണ്ട്. ഒപ്റ്റിമത്തിന് വേറൊരു പ്രശ്നം ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഇപ്പോൾ ഈ ഡോപ്പമീൻ ആണെങ്കിലും എൻഡോർഫിൻ ആണെങ്കിലും ഇതിൽ മറ്റൊരു റിസർച്ച് ഉണ്ട്. അത് ഇൻഡിവിജ്വലിനനുസരിച്ച് മാറുന്നുണ്ട്. ഇതിൻ്റെ എമൗണ്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ ഇൻഡിവിജ്വലാണ്. ഓരോ ഇൻഡിവിജ്വലിനും ഓരോ എമൗണ്ടാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. എല്ലാ ഇൻഡിവിജ്വലിനും ഒരു ഒപ്റ്റിമൽ ലെവലുണ്ട്. അപ്പോൾ ഈ ഒപ്റ്റിമൽ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഒരു നോർമൽസി എന്ന് പറയുന്നത്. അതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ നമ്മൾ ഒപ്റ്റിമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആ ലെവലിലുള്ള കെമിക്കൽസാണ് ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഡോപ്പമിൻ ആണെങ്കിലും ഏതാണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും. നമ്മൾ അധികം സന്തോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അമിതമായ സന്തോഷവും അമിതമായ ദുഃഖവും ഇത് രണ്ടും പാടില്ല എന്ന് പറയുന്നത് ഇനി കെമിക്കൽ വേർഷൻ ഇതാണ്. ഇത് രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ ഓവർ പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽസ് ഉണ്ടാകുന്നുള്ള ഇത് പോയിസണസ് ആണ്. ഞങ്ങൾ മറ്റൊരു കാര്യം പറയാറുള്ളത്, കെമിസ്ട്രി പറയുന്നത് മോളിക്യൂൾ അല്ല പോയിസന്, ക്വാണ്ടിറ്റി ഈസ് പോയിസൺ എന്നാണ് പറയാം. ഡോസാണ് പോയിസന്.
അല്ല, നത്തിങ് ഈസ് പോയിസൺ, ഓൺലി ക്വാണ്ടിറ്റി ഈസ് പോയിസൺ. ഈ ക്വാണ്ടിറ്റി തന്നെ ലീതൽ ഡോസ് എന്നാണ്, LD50, ലോയിതൽ ഡോസ് എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ വേർഡ്. ഇത് തന്നെ പേഴ്സണലൈസ്ഡാണ്, ഇൻഡിവിജ്വലൈസ്ഡാണ്. ഓരോ ആൾക്കാരുടെയും ഓരോന്നിൻ്റെയും ലീതൽ ഡോസ് ഓരോന്നാണ്, ഓരോ വാല്യൂ. അതിൻ്റെ പ്രായത്തിനനുസരിച്ച് മാറും. അപ്പോൾ ഇത് എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ഏറ്റവും ലളിതമായ സാധനം എല്ലാം മിതമാക്കുക എന്നുള്ളതാണ്. എല്ലാം മിതമാക്കുക, ഭക്ഷണം മിതമാക്കുക, സന്തോഷം മിതമാക്കുക, ദുഃഖം മിതമാക്കുക, എല്ലാം നമ്മൾ മിതമായി ചെയ്യുക, ഒപ്റ്റിമൽ ലെവൽ ചെയ്യുക എന്നുള്ളത്. ഞാൻ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ.